ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങളിവിടെ ആദ്യമാണെങ്കിൽ എൻ്റെ പേര് രേഖ തോമസ്. വെൽക്കം ടു മൈ വേൾഡ്. ഓസ്ട്രേലിയയിലെ ഹോൾസ്റ്റാറ്റ് ആണല്ലോ നമ്മളിപ്പോൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. സോൾട്ട് മൈനൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ അട്രാക്ഷനായ ഹോൾസ്റ്റാറ്റ് വില്ലേജാണ് ഇന്നത്തെ വീഡിയോയിൽ. സോഫാർ ഞങ്ങൾ ട്രാവൽ ചെയ്തതിൽ ഞങ്ങളുടെ വൺ ഓഫ് ദ ബെസ്റ്റ് കൺട്രീസ്, ഫേവറേറ്റ് കൺട്രീസ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയ തന്നെയാണ്. ഫസ്റ്റ് വൺ ഒബ്വിയസ്ലി ഞങ്ങളുടെ ഫസ്റ്റ് ട്രിപ്പായിരുന്നു ടർക്കി, കപ്പഡോക്കിയ ആൻഡ് ഇസ്തംബുൾ. അതായിരുന്നു. ഇപ്പം അത് കഴിഞ്ഞിട്ട് സെക്കൻഡിൽ വന്നിരിക്കുന്ന ഇതാണ് ഓസ്ട്രേലിയ ഹോൾസ്റ്റാറ്റും ഗൊസാവു എന്ന് പറഞ്ഞ സ്ഥലം. ഞങ്ങൾ രാവിലെ തന്നെ ഗൊസാവുവിലുള്ള ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഹോൾസ്റ്റാറ്റ് വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്ത് എത്തിയതാണ്. നിങ്ങൾ കാണുന്ന പോലെ ഒറ്റ ആൾക്കാരില്ലായിരുന്നു. കപ്പിൾ ഓഫ് സ്ട്രാഗ്ലേഴ്സ് അവിടെ ഇവിടെയൊക്കെ ഉള്ളു, അത്രയേ ഉള്ളായിരുന്നു. ഓസ്ട്രേലിയ ഈ ബ്യൂട്ടിഫുൾ വില്ലേജ് ഡാച്ചസ്റ്റെയിൻ ആൽപ്സിൻ്റെയും ഹോൾസ്റ്റാറ്റർ സീ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ലേക്കിൻ്റെ നടുക്കാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രക്ഷയില്ലാത്ത വ്യൂ, ആംബിയൻസ് നമ്മളെ അവിടെ പിടിച്ചു നിർത്തി പോകും. അതുപോലത്തെ മനോഹരമായ ഒരു വ്യൂ ആണ്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ടൗൺ ആയ ഹോൾസ്റ്റാറ്റിൻ്റെ മാർക്കറ്റ് സ്ക്വയർ ആണിത്. ഹോൾസ്റ്റാറ്റിലെ ഫേമസ് ഫോട്ടോ സ്പോട്ട്സിൽ ഇത് വൺ ഓഫ് ദ മെയിൻ ഏരിയ ആണ്. ഇവിടെ ക്യൂട്ട് കഫേസ്, റെസ്റ്റോറൻറ്റ്സ്, ഒരു ബാറ്, ഹോട്ടൽസ് ഒക്കെ ഉണ്ട്. മോർണിംഗിൽ ഇവിടെ വന്നാൽ നല്ലതായിട്ട് റിലാക്സ് ചെയ്തിരിക്കാം കേട്ടോ. വലിയ തിരക്കൊന്നും ഇല്ലാത്ത കാരണം അവിടെയുള്ള ബെഞ്ചസിലൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാം. ഈ ചാർമിങ് വില്ലേജിൻ്റെ ക്യൂട്ട് ലിറ്റിൽ മാർക്കറ്റ് സ്ക്വയർ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നതാണ് ഈ ട്രിപ്പിൽ ഒന്ന് എൻജോയ് ചെയ്യാനായിട്ട്. സോ രാവിലെ വന്നത് കാരണം ആരും ഇല്ലാണ്ടൊന്ന് ചുമ്മാ റിലാക്സ് ചെയ്ത് നടക്കാൻ പറ്റി. ഇവിടുത്തെ മെയിൻ ഇവൻറ്റ്സ് ഒക്കെ ഇവിടെയാണ് നടക്കുന്നത് കേട്ടോ. ഈ സെൻട്രൽ കാണുന്നത് ഹോളി ട്രിനിറ്റി സ്റ്റാച്ചു ആണ്. അതുപോലെ തന്നെ ഈ മാർക്കറ്റ് സ്ക്വയറിൻ്റെ അടുത്താണ് ഹോൾസ്റ്റാറ്റിൻ്റെ ഫേമസ് ഫോട്ടോ സ്പോട്ടായ ഇവാഞ്ചലിക്കൽ ചർച്ച് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ പോപ്പുലേഷൻ ലെസ് ദാൻ 1000 ആണ്. എന്നാൽ ഓവർ 3 million വിസിറ്റേഴ്സാണ് ഈ സ്ഥലം വന്ന് കണ്ടുപോകുന്നത് പെർ ഇയർ. അവരുടെ സ്ഥലം അവർ വളരെ നീറ്റായിട്ടാണ് കേട്ടോ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇത്രയും പേര് വന്നു പോയെന്ന് പറഞ്ഞാലും കാണാം അപ്പം വന്ന് അവർ എന്തെങ്കിലും നിലത്ത് കിടക്കുന്ന കണ്ട അപ്പം വന്ന് അവർ അതൊന്ന് ക്ലീൻ ചെയ്യുന്നത് കാണാം. പ്ലസ് റെസിഡൻസിനൊരു പ്രൈവസി അല്ല കേട്ടോ. നമ്മളിതുപോലെ ഇപ്പം നമ്മൾ ടൂറിസ്റ്റുകൾ നടക്കുമ്പം മിണ്ടാതൊന്നും അല്ലല്ലോ നടക്കുന്നത്. സോ ചില വീടുകളിൽ അവർ എഴുതി വെക്കും ഫ്രണ്ടിൽ സൈലൻസ് പ്ലീസ്, അല്ലെങ്കിൽ റെസ്പെക്ട് അവർ പ്രൈവസി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇറ്റ് മേക്സ് സെൻസ് അല്ലേ? നമ്മൾ താമസിക്കുമ്പം ഫുൾ ടൈം ഇങ്ങനെ എവരിഡേ തിങ് ആണല്ലോ ഇത്.
നല്ലൊരു റിലാക്സിങ് മോർണിംഗ് ആയിരുന്നു ഹോൾസ്റ്റാറ്റ് വില്ലേജ് തന്നത്. സ്വാൻസും ആൽപ്സും ഹോൾസ്റ്റാറ്റർ സീയും എല്ലാം ആയിട്ട് ഭയങ്കര റിലാക്സിങ് ആയിരുന്നു. ഹോട്ടലിലോട്ട് പോയിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ വീണ്ടും ഹോൾസ്റ്റാറ്റ് വില്ലേജിലോട്ട് വരുന്നുണ്ട്. ഒരു ബോട്ടിംഗ് സ്കെഡ്യൂൾ ചെയ്തത് ചെയ്യാനായിട്ട്. അതൊരു മസ്റ്റ് ഡു ആണ് ഹോൾസ്റ്റാറ്റ് വില്ലേജ് വിസിറ്റ് ചെയ്യുമ്പോൾ. ഹോൾസ്റ്റാറ്റർ സീ ലേക്കിൽ കൂടെ ഉള്ള ബോട്ട് റൈഡിന് ഞങ്ങൾ തിരിച്ചെത്തി. 2 ടൈപ്പ് ഓഫ് ബോട്ട് റൈഡ് ഉണ്ട് അവിടെ. ഒന്ന് ട്രെയിൻ സ്റ്റേഷനിലോട്ടുള്ളത്, അതായത് സാൽസ്ബർഗിലോട്ട് പോകാനുള്ള ട്രെയിൻ സ്റ്റേഷനിലോട്ടുള്ളത്. മറ്റേത് റൗണ്ട് ട്രിപ്പ്, അത് നമ്മൾ ഈ ഹോൾസ്റ്റാറ്റർ സീ മൊത്തം ഒന്ന് കറക്കി തിരിച്ചു കൊണ്ടുവരും. Zwischen Hauptmann Buchheim und Steiner Hirdning. Wer hierher mit dem Zug anreist, hier wandert, kann von hier aus mit dem Schiff übersetzen. Es werden im Jahr noch ca. 600.000. Ladies and gentlemen, die Wechsel. ഫൺ ഫാക്ട് അബൌട്ട് ദിസ് ക്യൂട്ട് ലിറ്റിൽ വില്ലേജ്, ചൈന അവരുടെ സദേൺ പ്രോവിൻസിൽ ഈ എക്സാക്ട് വില്ലേജ് റീക്രിയേറ്റ് ചെയ്തു. സോ 2012 അതിനെപ്പറ്റിയുള്ള ന്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഹോൾസ്റ്റാറ്റ് വിസിറ്റ് ചെയ്യുമ്പം ഈ ബോട്ട് റൈഡ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അടിപൊളിയാണ്, നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. വേറൊരു പെർസ്പെക്റ്റീവിൽ നമുക്ക് ഹോൾസ്റ്റാറ്റ് വില്ലേജിനെ കാണാൻ പറ്റും. ഈ ഫേമസ് ചർച്ചിൻ്റെ തൊട്ടടുത്തുള്ള ബോട്ട് സ്റ്റേഷൻ അല്ലെങ്കിൽ ബോട്ട് ഡോക്കി എന്നാണ് ഞങ്ങൾ കയറിയത്.
അവിടുന്ന് കയറിയാൽ പിന്നെ 2 സ്റ്റോപ്പുണ്ട്. അവിടുന്ന് ആൾക്കാരെ കയറ്റി ഈ ഫുൾ ലേക്ക് ഒന്ന് അവർ ചുറ്റിക്കറക്കും. ബോട്ടിംഗ് കഴിഞ്ഞിട്ട് അതിന് തൊട്ടടുത്ത് തന്നെ ഒരു കബാബ് പ്ലേസ് ഉണ്ട്. അവിടുന്ന് ഞങ്ങളൊരു കബാബ് റാപ്പ് വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഡേ അന്നത്തെ റാപ്പപ്പ് ചെയ്തു. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ ഫ്രം രേഖ തോമസ്. But every time